അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ ദീൻ എങ്ങനെ ബാലൻസ് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിട്ടുള്ള പ്രവാചകൻ ആരാണെന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ മൂസാ നബിയാണ്. ഖുർആനിൽ 136 തവണയാണ് മൂസാ നബിയുടെ പേര് പരാമർശിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഖുർആനിലെ ഹൃദയമെന്ന് പറയുന്ന സൂറത്ത് ഏതാണ്? ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അറിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആൻസർ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടായിരുന്നു വീട്ടിൽ പോണ വീഡിയോയ്ക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു പോകണതൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാമെന്ന്. ഇവിടെ നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് എനിക്ക് നല്ല ജലദോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പോണ വീഡിയോ കാണിച്ചു തരാം. ഇനി എൻ്റെ ഇത്ത വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. എൻ്റെ ബാക്കി എല്ലാ വീഡിയോസും ആ വീട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകിട്ടായപ്പോൾ ഇവിടുത്തെ വീട്ടിലെത്തി. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പിയാണ്, ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ കുപ്പിയിൽ ഞാൻ പെയിൻറ്റിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ കോളേജിലും സ്കൂളിലും നമുക്ക് ദീൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ നിയ്യത്ത് വെക്കണം. എനിക്കും എൻ്റെ ഉമ്മത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അറിവ് നേടാൻ പോകുന്നത് എന്ന് നിയ്യത്ത് വെച്ചിട്ട് വേണം നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പോകാൻ ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനും നമ്മൾ എഴുതുന്ന എക്സാമിനും ഒക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മളെ ഇബാദത്തായിട്ട് അത് മാറും. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡ്രസ്സിങ്ങൊക്കെയാണ്. ചിലപ്പോൾ നമ്മുടെ കോളേജിലും സ്കൂളിലും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് യൂണിഫോം ധരിക്കണമെന്ന റൂളൊക്കെ കാണും. അപ്പോൾ നമ്മൾ നമ്മുടെ യൂണിഫോം തന്നെ നല്ല മൊഡസ്റ്റായിട്ട് തയ്ക്കാനൊക്കെ ശ്രമിക്കണം. ചിലപ്പോൾ നമുക്ക് കോട്ടൊക്കെ കാണും, അതൊക്കെ ഫിറ്റാക്കി ഇടാതെ ലൂസാക്കി ഇടണം. പിന്നെ ലെങ്തൊക്കെ കൂട്ടി തയ്ക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മുടെ നിസ്കാരമാണ്. നമ്മൾ ഒരിക്കലും നിസ്കാരത്തെ കോംപ്രമൈസ് ചെയ്യരുത്. പലരും വിചാരിച്ചിരിക്കുന്നത് കളായിട്ട് നിസ്കരിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. ഒരിക്കലും നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടത്തില്ല. നമ്മൾ ഖുർആനും ഹദീസൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കറക്റ്റായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇതുവരെ കളായിട്ടായിരിക്കും നിസ്കരിച്ചത്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ നിസ്കാരത്തെ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നിസ്കരിക്കാൻ സ്ഥലമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നിസ്കരിക്കാനും കൂടി ശ്രമിക്കണം. പിന്നെ നമ്മൾ കോളേജ് ബസ്സിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ലൈൻ ബസ്സിലായാലും പോകുമ്പോൾ നമുക്ക് കുറേ സമയം ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ദിക്റുകൾ ചൊല്ലണം. നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കൗണ്ടറോ തസ്ബീഹോ ഒക്കെ വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ദിക്റൊക്കെ ചൊല്ലാൻ പറ്റും. അടുത്ത കാര്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. നമുക്കൊരിക്കലും കോളേജിലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കറക്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരുകൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നോ അവർക്ക് എന്ത് അഴുക്ക സ്വഭാവങ്ങൾ ഉണ്ടായാലും നമ്മൾ അവരുടെ സ്വഭാവങ്ങൾ നമ്മളിലോട്ട് ഏറ്റെടുക്കാതിരിക്കാൻ ശ്രമിക്കണം. അവർക്ക് എന്തെങ്കിലും നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിക്കണം. ഒരിക്കലും അവരുടെ ബാഡ് ക്യാരക്ടർ നമ്മൾ ഏറ്റെടുക്കുകയേ ചെയ്യരുത്. അടുത്ത കാര്യം നോൺ മെഹറംസുമായിട്ടുള്ള മിംഗ്ലിംഗ് ആണ്. നമ്മൾ ഒരിക്കലും നോൺ മെഹറംസായിട്ട് മിങ്കിൾ ചെയ്യരുത്. എപ്പോഴും നമ്മൾ നോൺ മെഹറംസുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. നമ്മൾ അവരുടെ അടുത്ത് പോയിരിക്കാനോ അവരുടെ അടുത്ത് തമാശ പറയാനോ അവരുടെ അടുത്ത് വേറെ ടോണിൽ സംസാരിക്കാനോ ഒന്നും പോകരുത്. ചിലപ്പോൾ നമുക്ക് ബാഡ് ഇൻറ്റൻഷൻസ് കാണത്തില്ല, പക്ഷേ നമ്മളത് അള്ളാഹു പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. നമ്മളെപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ പറ്റൂ. നമ്മൾ ഒബ്വിയസ്ലി സംസാരിക്കേണ്ടി വരും. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അൺനെസസറി ആയിട്ടുള്ള സംസാരങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. പിന്നെ ചാറ്റിങ് അതൊക്കെ ഒഴിവാക്കണം. നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള സീരിയസ് ആയിട്ടുള്ള
കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കോളേജിലൊക്കെ ഇപ്പോഴ് ഒരുപാട് ഹറാം റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സൊക്കെ കാണും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതായത് DJ സോങ്സ്, പിന്നെ ഡാൻസിങ്, അതുപോലുള്ള ഓരോ ഇവൻറ്റ്സിനും ഇപ്പോൾ മൊത്തം ഹറാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ഇവൻറ്റ്സൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ പഠിത്തത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ എനിക്ക് നല്ല മാർക്ക് കിട്ടണേ റബ്ബേ, അല്ലാഹുവേ എനിക്ക് പഠിക്കാനുള്ള കഴിവ് തരണേ റബ്ബേ. അങ്ങനെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്യണം നല്ലപോലെ. നമ്മുടെ ഓരോ ദിവസവും നല്ലപോലെ പ്ലാൻ ചെയ്യണം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന്. നമ്മൾ രാവിലെ നേരത്തെ എണീക്കണം, രാത്രി നേരത്തെ കിടക്കണം. പിന്നെ നമ്മുടെ ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള ഹെൽത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് റെസ്റ്റ് കിട്ടാനും നമുക്ക് പഠിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന രീതിക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓരോ ദിവസത്തിൽ പഠിക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ടൈം കണ്ടെത്തുന്നത് പോലെ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കണം. എല്ലാ നിസ്കാരങ്ങളും കറക്റ്റായിട്ട് നിസ്കരിക്കണം. ഖുർആൻ ഓതാൻ കുറച്ച് സമയം കണ്ടുവെക്കണം. നമ്മുടെ ദുആകൾ ഓതാൻ വേണ്ടിയിട്ടും നമുക്ക് ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടും സമയം കണ്ടുവെക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും അവധി ദിവസമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ ഹദീസുകൾ പഠിക്കണം, ഓരോ ഖുർആനിക് ആയത്തിൻ്റെ അർത്ഥങ്ങൾ പഠിക്കണം. പിന്നെ ലാസ്റ്റത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ടായിരിക്കണം. നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കാണും, ഒരുപാട് വിഷമങ്ങൾ കാണും. എന്നാലും നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി പറയാൻ മറക്കരുത്. അള്ളാഹു കാരണമാണ് നമ്മൾ ഓരോ സെക്കൻഡും ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് എത്ര വിഷമങ്ങൾ സഹിക്കുന്നുണ്ട് അത്രയും പ്രതിഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി പറയാതെ നമ്മൾ നമ്മുടെ ദിവസം അവസാനിപ്പിക്കരുത്. വീട്ടിലെത്തിയിട്ട് ഞാൻ ആ കുപ്പിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഞാൻ അസറൊക്കെ നിസ്കരിച്ച്, ഇതെനിക്ക് എൻ്റെ ഇത്തത്തന്ന സ്റ്റിക്കറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ദുആ ബുക്കിലും ഖുർആൻ ജേർണൽ ചെയ്യുന്ന ബുക്കിലും ഒക്കെ ഒട്ടിക്കാമെന്ന്. ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു പഴയ ഡയറി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അതിൽ എനിക്ക് ഹദീസൊക്കെ എഴുതാമെന്ന്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ച് അതിൽ നമുക്ക് ഖുർആൻ്റെ തജ്വീദൊക്കെ പഠിക്കാൻ വേണ്ടി എടുക്കാമെന്ന്. ഹദീസൊക്കെ ദുആ ബുക്കിൽ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ലോകത്തിലെ വിജയത്തിനും നമ്മുടെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലെ വിജയത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ദുആയുടെ ഹദീസ് പറഞ്ഞു തരാം. സ്വഹീഹ് അൽ മുസ്ലിമിലെ 2688 ഹദീസാണിത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനെ സന്ദർശിച്ചു. അവൻ കിളിക്കുഞ്ഞിനെ പോലെ ഒരു ദുർബലനായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ അള്ളാഹുവിനോട് എന്തെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതെ, ഞാൻ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവേ, നീ എന്നെ ആഖിറത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ലോകത്ത് തന്നെ എനിക്ക് നൽകിയേക്കണമേ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതെന്തിനാ? അതിനുള്ള സഹനശക്തി നിനക്കില്ല. അതിനു പകരം നീ പറയേണ്ടത് ഇതാണ്, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്തും ആഖിറത്തിലും നല്ലത് നൽകണമേ, നരകശിക്ഷയിൽ നിന്നു ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനു വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ ആ മനുഷ്യന് സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെയും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ലോകത്തിലെയും വിജയത്തിനു വേണ്ടി ഈ ദുആ ഓതാം. സ്വഹീഹ് അൽ മുസ്ലിമിലെ 2688 ഹദീസാണ് ഇത്. നിങ്ങളും സെർച്ചൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഹദീസ് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇസ്ലാമിനെ കുറിച്ച് പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുമ്പോൾ അത് ഉള്ളതാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം അതിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പുതിയതായിട്ട് ഓരോ ഹദീസുകൾ കേൾക്കുമ്പോഴും ഖുർആനിക് ആയത്തിൻ്റെ അർത്ഥമൊക്കെ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ അത് സ്വയമേ സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹദീസുകളും ഖുർആനിക് ആയത്തുകളും ഒക്കെ മനസ്സിലാക്കുന്നതെന്ന്. അതുപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫോൺ കൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോളേജിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ദീൻ ബാലൻസ് ചെയ്യേണ്ടത് അതിനുള്ള 10 കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഈ 10 കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ബേസിക്കായിട്ട് നമ്മൾ ഇത്രയെങ്കിലും ചെയ്താലേ നമ്മൾ മുസ്ലിം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിക് വാല്യൂസൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പരിഹാസമൊക്കെ കേൾക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ റിലീജിയൻ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള റിലീജിയനിൽ നിന്നായാലും നമുക്ക് കേൾക്കേണ്ടി വരും. അതിലൊന്നും നിങ്ങൾ ഒരിക്കലും തളരരുത്. കാരണം നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളാണ് ഏറ്റവും വലുത്. കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരുമൊക്കെ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരയേണ്ടി വരുമെന്ന് ഓർത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.